ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റ് മൾട്ടിപ്ലെയർ എപ്പിസോഡ് നമ്പർ 5 ആയിട്ട് എത്തിയിട്ടുണ്ട്. നമ്മളപ്പോൾ ഷെഫിനുണ്ട്. ഷെഫിന് ഇപ്പോൾ വേറെ എന്തോ പണിയിലാണ്, അതുകൊണ്ട് അപ്പോൾ നമുക്ക് പണിയിലോട്ട് കിടക്കാം. നമുക്ക് 10 ഫർണസ് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു സൂപ്പർ സ്മെൽറ്ററാണ് നമ്മൾ ഇവിടെ തട്ടിക്കൂട്ടാൻ പോകുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മള് ന്യൂസാണ് കാര്യം, നമുക്ക് വലിയ കഴിവുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ആയിരുന്നു. ബിഗിനേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കാണാം. നിങ്ങൾക്ക് കുറെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ കൂടി പറഞ്ഞുതരും. അപ്പോൾ ബിഗിനേഴ്സ് ഒക്കെ എങ്ങനെ കളിക്കാൻ പ്ലാൻ ചെയ്തതെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുതരാം. പിന്നെ ട്യൂട്ടോറിയൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഇടും. ചെറിയ ബിൽഡിങ്ങിലൊക്കെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറ്റാൻ കഴിയും. നമുക്ക് ഇനി ഇതിന്റെ ബാക്ക് കൂടി ഈ ഹോപ്പേഴ്സ് മൊത്തം കണക്ട് ചെയ്യണം. ഞാൻ കുറച്ച് ഹോപ്പർ എക്സ്ട്രാ ഉണ്ടാക്കിയിരിക്കണ ഗൈസ്. വെറുതെ നമുക്ക് ഇനി ആവശ്യം വരില്ല അല്ലേ? ഗൈസ് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അയൺ ഫാം ഉണ്ടാക്കേണ്ടി. ഒരു 2-3 ഉണ്ടാക്കി വെച്ചാൽ ട്രേഡ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. പ്രത്യേകിച്ച് ജാവ കളിക്കുന്നവര് പരമാവധി ഒരു വേൾഡ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഞാൻ വേൾഡ് പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മളൊരു അയൺ ഫാം ഉണ്ടാക്കാൻ നോക്കുക. പറ്റുന്ന പോലെ ഞങ്ങളെ പോലെ ബിഗിനേഴ്സിന്റെ കാര്യം ഞാൻ പറയുന്നത്. പ്ലേയേഴ്സിന് ചിലപ്പോ ഈ ഫാമിന്റെ ആവശ്യം ഉണ്ടാവും. ഒരിക്കലും മൊത്തം മൈനിങ്ങിനോടായിരുന്നു താല്പര്യം. നമുക്ക് എന്ന് പറയുമ്പോ ഇപ്പൊ എന്ത് ബിൽഡിനായാലും ചിലപ്പോ ആർമറിനായാലും ടൂൾസിനായാലും ഒക്കെ നമുക്ക് എപ്പോഴും അയൺ ആവശ്യം വരും. അപ്പൊ ബിഗിനേഴ്സ് ഒക്കെ കളിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ജാവയാണ് കളിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഈ ഞങ്ങൾ ഉണ്ടാക്കിയ അയൺ ഫാം ഉണ്ടാക്കാം. അതിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ അത് ഉണ്ടാക്കുക. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ഒരു ഫാം ഉണ്ടാക്കാം. അപ്പൊ നിങ്ങള് അങ്ങനെ ഒരു പ്ലാൻ ഒരു വേൾഡ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇത് ചെയ്യാൻ നോക്കാം, അയൺ ഫാം ചെയ്യാൻ നോക്കാം. അതെ ഗൈസ്, നമുക്ക് കുറച്ച് ഗോൾഡ് റെയിലിന്റെ ആവശ്യമുണ്ട്. അത് നമ്മൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. ഗോൾഡൊക്കെ നമ്മളെ കയ്യിൽ അത്യാവശ്യം ഉണ്ട്. നമുക്ക് നമ്മളെ ടീമിൽ പോയപ്പോ അത്യാവശ്യം ഗോൾഡൊക്കെ കിട്ടി. ഇനിയും ഉണ്ട് അവിടെ. നമുക്ക് ഈ മോബ്സ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഓവർ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല നമ്മള്. അപ്പോ ഗോൾഡൊക്കെ വേണേ നമ്മൾ ആ ടീമിൽ ഇഷ്ടം പോലെ ഗോൾഡ് നമുക്ക് ഗെയിമിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ബ്രെഡ് ഉണ്ടാക്കണം. ഫുഡ് തീർന്നു തുടങ്ങി. നമുക്ക് ഇവിടുന്ന് താഴത്തുനിന്ന് റെഡ് സ്റ്റോർ എടുത്ത് കൊണ്ടുവരാം. ഉണ്ടാക്കാം. ബ്രെഡ് ഉണ്ടാക്കിയിട്ട് പോവാം. ഇന്നത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ ഈ സൂപ്പർ സ്ട്രൈക്കർ മാത്രമല്ലേ ഉള്ളൂ. ചെറിയ ഗോളാണ്. ചെറിയൊരു സൂപ്പർ സ്ട്രൈക്കർ. എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് കണ്ടിരിക്കുക, കുറച്ച് ഫുഡൊക്കെ എങ്ങനെയാണ് ഒപ്പിക്കുക എന്നുള്ള ആ ഒരു രീതിയിൽ ഞാൻ നടത്തുന്നത്. നമുക്ക് ഫുഡില്ല, നമുക്ക് അതിന് വൈകാതെ ഓട്ടോമാറ്റിക് ഒന്നും അല്ല, സാധാ ഒരു ക്യാരറ്റിന്റെ ഫാം ഉണ്ടാക്കുന്ന സമയം ഓട്ടോമാറ്റിക് ഒന്നും അല്ലല്ലോ. നമ്മൾ തന്നെ ഹാർവെസ്റ്റ് ചെയ്യുന്ന ടൈപ്പില് ഒരു ക്യാരറ്റിന്റെ ഫാം. അത് കുറച്ച് സ്പേസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ എന്ത് ചെയ്യാ, അങ്ങനെ വെള്ളം ഒഴിച്ച് സെറ്റപ്പ് ആക്കിയാണ്ട് ഒരു സാധാരണ ക്യാരറ്റിന്റെ ഫാം ഒക്കെ വേണം. നമ്മളെ കയ്യില് ഒരു ക്യാരറ്റ് 5 ക്യാരറ്റേ ഉള്ളൂ. അതുപോലെ ഫാം ചെയ്ത് നമുക്ക് അത്യാവശ്യം വലിയൊരു ഫാം ആക്കിയാല് നമുക്ക് ഫുഡിന്റെ കാര്യത്തിലൊന്നും വലിയ പ്രശ്നമില്ല. നമ്മളിവിടെ സ്റ്റോണ് മൈൻ ചെയ്യാൻ നമ്മളിവിടെ ഒരു സ്ഥലം എടുത്തിരുന്നു. അവിടുന്ന് നല്ല സോമ്പി വരുന്നുണ്ട്. അത് അടക്കണം. കിടന്നോ അല്ല, കിടന്നോ. എടുക്കണം.
പിന്നെ എന്തെങ്കിലും ഫാമിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്ന ഫാംസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള ഓരോ ചെയ്യാം. ഞങ്ങളും ബിഗിനേഴ്സ് അല്ലെങ്കിലും അത്ര വലിയ പ്ലേയേഴ്സ് ഒന്നുമല്ല. അപ്പോ കുറച്ച് ഗൈസ് ഒരു കാര്യം പറയണ്ട, ഞങ്ങള് കുറച്ചു കാലമായിട്ട് കളിക്കാൻ തുടങ്ങിയത് ഫസ്റ്റിൽ ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. അതാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡി. നമ്മള് കുറച്ച് രണ്ടു മൂന്ന് വർഷമായി കളിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ കുറച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല. എന്തൊക്കെ കുറച്ചൊക്കെ അറിയാം. എന്റെ പോണത് അറിയാം, അതല്ലാതെ വല്ലാതെ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. അത് മതി. അത് അറിയുന്ന കാര്യങ്ങളൊക്കെ ബേസിക് കാര്യങ്ങൾ ഞങ്ങൾ ഈ വീഡിയോയിൽ പറയും. ഞങ്ങൾക്ക് അറിയാത്ത പലതും നിങ്ങൾ കമന്റിലൂടെ അറിയിച്ചാൽ നമുക്ക് കിട്ടും. നമുക്ക് പഠിക്കാം. അപ്പൊ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ പറയാം. പറയണോ? നമുക്ക് ഇവിടെ ഈ പവർ ഡ്രൈവ് പിന്നെ നിങ്ങള് ഈ വില്ലേജിൽ കൂടി നിശാലൊക്കെ നടന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില വില്ലേജർസിന്റെ ഹൗസിന്റെ മുമ്പില് ഓരോ ബ്ലോക്ക് വെച്ച് ഡോറ് അടച്ചിട്ടത്. അതെന്താന്ന് വെച്ചാല് ഞാൻ വില്ലേജ് പോയാല് ഞാൻ ഈ വില്ലേജ് ഫസ്റ്റ് പോയി ആദ്യം ചെയ്യല് ഒരു 2-3 വില്ലേജേഴ്സിനെ ബ്ലോക്ക് ചെയ്ത്, അത് ഞാൻ പറഞ്ഞ പോലെ. എന്നിട്ട് അത് ബ്രീഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ബ്രീഡറൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ നമ്മള് വില്ലേജേഴ്സിന് ആവശ്യമില്ല. അപ്പൊ അതിന് വേണ്ടി നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ 2-3 വീടുകളൊക്കെ ട്രാപ്പായിരിക്കും. അത് ഞാന് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അടച്ചു വെച്ചതാണ്. അപ്പൊ ഇനിയിപ്പോ അഥവാ നമ്മൾ ബ്രീഡറിന് എന്തെങ്കിലും പറ്റിയെന്ന് വന്നാൽ പിന്നെ നമുക്ക് വില്ലേജേഴ്സിന് കിട്ടാൻ ഭയങ്കര ടാസ്ക് ആയിരിക്കും. നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയാല് ഈ വില്ലേജിൽ നമ്മൾ താമസിക്കാൻ തുടങ്ങിയാൽ നമ്മൾ നിൽക്കുന്ന ഏരിയയിലാണ് ബോക്സ് സ്പോൺ ആവാറ്. അപ്പൊ ആ ചങ്കേരിന് മൊത്തം ബോക്സ് സ്പോൺ ആവും. അങ്ങനെ സോംബി ഒക്കെ വന്നാൽ ഈ വില്ലേജേഴ്സിനെ അറ്റാക്ക് ചെയ്ത് നമ്മളൊരു കുറച്ച് ഇവിടെ മൊത്തം വില്ലേജേഴ്സും പോകും. പിന്നെ നമ്മൾ ട്രാപ്പ് ചെയ്തിരുന്നെങ്കിൽ ആ ട്രാപ്പ് ചെയ്ത വില്ലേജേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ പിന്നെ അഥവാ നമ്മൾ ബ്രീഡറിന് എന്തെങ്കിലും പറ്റിയെന്ന് വെച്ചാല് പിന്നെ നമുക്ക് ഒരു സേഫ്റ്റിക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ബാക്കിയുള്ള വില്ലേജേഴ്സ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അത് കൂട്ടി നമ്മള് 10 ഇതിനെന്താ പറയാ ഫർമസ് വെച്ചിട്ടാണ് നമ്മൾ ചെറിയൊരു സൂപ്പർ സ്മെൽറ്റർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് സാധനം കൂടി കളക്ട് ചെയ്യാണ്ട്, അതും കൂടി കളക്ട് ചെയ്തിട്ട് വരാം. വെറുതെ വീഡിയോന്റെ ലെങ്ത് കൂട്ടാണ്ടല്ലോ. ഓക്കെ ഗൈസ്, നമ്മളെ എന്താണ് സൂപ്പർ സ്മെൽറ്ററിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് ചെറിയ പണിയുള്ളൂ ഗൈസ്. ഇവിടെ 10 ഫർണസാണ് നമ്മൾ വെച്ചിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര വെക്കാം, യുവർ ചോയ്സ്. കണ്ട നമ്മളിവിടെ ഇതൊക്കെ വെച്ചിരുന്നത്. നമ്മൾ ഈ പെട്ടിയിലാണ് നമ്മൾ ഫ്യൂവൽ ഇടല്. ഫ്യൂവല് ഇതിലാണ് നമ്മളെ സാധനങ്ങൾ സ്മെൽറ്റാക്കാനുള്ള സാധനങ്ങൾ ഇടല്. ഇപ്പോൾ എന്താ കാണിച്ചു തരിക, ഒന്നുമില്ല കഴിക്കാൻ. നമ്മൾ സ്മെൽറ്റാക്കാൻ പറ്റില്ല. സ്മെൽറ്റാക്കാനുള്ള സാധനങ്ങൾ ഇതിലിടും. വെറുതെ എക്സാമ്പിളിനെ കാണിച്ചു തരാണ്. അപ്പോൾ ഇതിലെത്തും. പിന്നെ ഇതിലും ഉണ്ടാവും, എല്ലാത്തിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓഫാക്കാം. ഇവിടെ ലെവറുണ്ട്, എന്നിട്ട് നമ്മൾ ഓഫാക്കുന്നത് ഓഫാക്കാം, യുവർ ചോയ്സ്. അപ്പോൾ ഇത് ചെറിയ പണിയാണ്. 10 ഫർണസ്, പിന്നെ അടിയിൽ 10 അടിയിലിപ്പോൾ നമ്മൾ വെച്ചാട്ടോ. പിന്നെ ഇവിടെ 10, ഇവിടെ 10, മൊത്തത്തിൽ 30 കോപ്പർ, 10 ഫർണസ്. ഇത് 6 ചെസ്റ്റ് വേണം. പക്ഷേ എൻ്റെ കയ്യിൽ ചെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചെസ്റ്റ് ഒന്നും കൂടി ഉണ്ടാക്കി വെക്കാം. വെറുതെ നമ്മൾ പിശുക്കി വെക്കണ്ടല്ലോ, നമുക്ക് അതും കൂടി കണ്ട് ഫിനിഷ് ചെയ്താൽ പണി ഫുള്ളാണ്ട് തീരൂലേ. മനസ്സിലായ? അത്രേ ഉള്ളൂ. നമ്മൾ വെറുതെ നമ്മൾ മടിയനല്ലല്ലോ, നമ്മൾ ഹാർഡ് വർക്കല്ലേ, ഹാർഡ് വർക്ക്. നമ്മളിവിടെ ഇരുന്നിട്ട് നമ്മൾ ചേർത്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ ഗൈസ്, നമ്മളെ സാധനങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇത്ര തന്നെ ഉള്ളൂ. ബാക്കി ഷെഫിയും പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.